RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് സെമിഫൈനലിലെ ബയൺ മ്യൂണിക് വിസസ് PSG മത്സരത്തെ കുറിച്ചാണ്. ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന അലൻസ് അരീനയിൽ നടന്ന മത്സരത്തിൽ 1-1 സമനിലയിൽ അഗ്രിഗേറ്റിൽ 5-6 അഗ്രിഗേറ്റിൽ PSG ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരാന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഇനി ഈ വരാൻ പോകുന്ന മെയ് 30 നടക്കാൻ പോകുന്നത് PSG വിസസ് ആഴ്സണൽ മത്സരമാണ്. എന്തായിരിക്കും റിസൾട്ട്, എന്തായിരിക്കും അത് കാത്തിരുന്ന് തന്നെ കാണണം. അത്ലന്റിക്കോ മഡ്രിഡായിട്ടുള്ള കളി കഴിഞ്ഞ ശേഷം തന്നെ ആഴ്സണൽ ഫാൻസ് ഞങ്ങൾ ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു പറഞ്ഞുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരം PSG ജയിച്ചുകൊണ്ട് PSG ഫാൻസും ഞങ്ങൾ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻസ് ലീഗ് നേടുന്നുള്ള ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. എന്താ പറഞ്ഞാൽ മെയ് 30 വരെ ഇനി കാത്തിരുന്നാൽ മതിയാവും. ഇതിനൊരു എന്താ പറയുക, ആരായിരിക്കും ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് അടിക്കാന്നുള്ളത് നമുക്ക് കാര്യത്തിൽ ഒരു തീരുമാനമാകാൻ പറ്റും. എന്തായാലും 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ആവർത്തിക്കും. PSG ആഴ്സണലിട്ട് അലക്കിയിട്ട് ഒരു 3-4 ഗോളിന്റെ ലീഡിൽ വിജയിച്ചിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് തൂക്കുന്നുള്ള കാര്യത്തിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പ് ആവർത്തിക്കാനുള്ള ചാൻസ്. എന്താ പറഞ്ഞാൽ നമ്മളൊക്കെ PSG ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂരിഭാഗം എന്താ പറയുക, കളി കണ്ടവർക്ക് മനസ്സിലാവും, ഭൂരിഭാഗം ഫാൻസുകാർ മൊത്തം PSG കപ്പടി ഫുട്ബോൾ ഫാൻസ് ആട്ടോ പറയുന്നത്. ഭൂരിഭാഗം ഫുട്ബോൾ ഫാൻസ് മൊത്തം PSG കപ്പടിക്കുന്നുള്ള പ്രതീക്ഷയിരുന്നപ്പോൾ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ നടന്നത് ചെൽസി വന്ന് PSG ഞങ്ങൾ 3-0 പഞ്ഞിക്കിടിച്ചത്. അതേപോലെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണുന്നത് ഫുട്ബോളാണ്. ഒരു 90 മിനിറ്റ് ഗെയിമാണ്. അതിൽ ആ ഒരു 90 മിനിറ്റ് ഫൈനലില് ആ 90 മിനിറ്റിൽ ആർക്കാണ് മുൻകൂട്ടി എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് മുൻകൂട്ടി ആ ഒരു 90 മിനിറ്റ് ഭരിക്കാൻ കഴിയുന്നത് അവർക്കാണ് തീർച്ചയായിട്ടും. അന്നത്തെ ദിവസം ആരുടെയാണോ അവരാണ് കപ്പ് ചൂടാൻ പോകുന്നത്. എന്റെ അഭിപ്രായത്തിൽ PSG എന്നുള്ള ഒരു ഇത് ഉണ്ട്. എന്താ പറഞ്ഞാൽ കുറെ കളികളും അവരുടെ കളി കാര്യങ്ങളൊക്കെ, ഇന്നത്തെ കളിയും ഇതിനു മുമ്പുള്ള കളികളൊക്കെ 2 വർഷങ്ങളും ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സമയത്ത് 14ാം സ്ഥാനത്തും 15ാം സ്ഥാനത്ത്, ഈ സീസണിൽ 13ാം സ്ഥാനത്തോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ അവര് ഫൈനലിൽ എത്തിക്കഴിഞ്ഞു. ടോപ്പിൽ നിന്ന് ആഴ്സണലും ഫൈനലിലെത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനത്ത് നിന്ന് ആഴ്സണലിന് തോൽക്കാതെയാണ് ഫൈനലിലെത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും സംഭവിക്കാന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അത്രയും ഒരു കിടിലൻ ഫൈനൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ പറഞ്ഞാല് ഫൈനലാകുമ്പോൾ അതിൻ്റെതായ ത്രില്ല് കാണണം. ഇത് 4-5 ഗോളൊക്കെ അടിച്ചിട്ട് ഒരു ടീം തോൽക്കാന്ന് പറഞ്ഞാൽ, എന്തായാലും എന്റെ ഒരു കോൺസെപ്റ്റുള്ള ഫൈനൽ കഴിഞ്ഞു ഓൾറെഡി. ബയൺ മ്യൂണിക് വിസ് PSG ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ഒരു ഫൈനൽ. പക്ഷെ അത് സെമി ഫൈനലിൽ തന്നെ അവസാനിക്കായിരുന്നു. ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ എന്താ പറയാ, എവിടെയാണോ ഈ ഇന്നലത്തെ കളി നടന്നത്? ബയൺ മ്യൂണിക്കിൽ തന്നെയാണോ? ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് കളി നടന്നത്. എനിക്ക് തോന്നിയില്ല. കളി കണ്ടിട്ട് 2 മിനിറ്റിന് ശേഷം തന്നെ ഫസ്റ്റ് ഗോൾ വീണാണ് PSG ഗോൾ അടിക്കണം. പിന്നെ അതിനുശേഷം PSG എന്താ പറയാ ഡിഫൻസും അതേപോലെ തന്നെ പ്രസ്സിങ്ങും അതേപോലെ തന്നെ കൗണ്ടറുകളും കാര്യങ്ങളും. ബയൺ മ്യൂണിക്ക് PSG ആ ഒരു പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഡിഫെൻഡ് ചെയ്യുന്നത് അറ്റാക്കിംഗ് മുതൽ മിഡ്ഫീൽഡ് മുതൽ അതേപോലെ തന്നെ ഡിഫൻഡർ വരെയാണ്. ഡിഫൻഡറും മിഡ്ഫീൽഡേഴ്സും അതേപോലെ തന്നെ അറ്റാക്കേഴ്സും ഇവരെല്ലാവരും കൂടി ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ ബയൺ മ്യൂണിക്ക് തീർന്നു. അതിലും ഹക്കീമി ഇല്ലാതെയാണ് PSG ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇറക്കിയെന്ന് ആലോചിക്കണം. 2 ടീമിനും കുറെ ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ചാൻസ് കിട്ടിയ PSG തന്നെയാണ്. ന്യൂ ഇയർ ഇന്ന് ആ ഒരു പ്രകടനം എടുത്ത് കാഴ്ചവെച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു പ്രകടനം കാഴ്ചവെച്ചില്ലായിരുന്നെങ്കിൽ കൊട്ട നിറച്ചിട്ട് ബയൺ മ്യൂണിക്ക് പോയിട്ടുണ്ടാവും. 1-2 ഗോൾ കൂടി കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ കോൺട്രവേഴ്സിയുടെ കാര്യം, പെനാൾട്ടി അല്ലേ, പെനാൾട്ടി ആണോ, പെനാൾട്ടി അല്ലേ എന്നൊക്കെ കുറെ ഇത് വരുന്നുണ്ട്. ബയൺ മ്യൂണിക് ഫാൻസുകാർ പറയുന്നുണ്ട് അത് പെനാൾട്ടി ആയിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പെനാൾട്ടി റൂൾ പ്രകാരം അത് പെനാൾട്ടി അല്ല. എന്താ പറഞ്ഞാൽ സ്വന്തം ടീംമേറ്റ്സിന് ആ ഒരു സിനാരിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാൻ പറ്റും അത് റൂൾ പ്രകാരം അങ്ങനെ അല്ല എന്നാണ്. ഇനി അതിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ മെൻഡീസിന്റെ ആ ഒരു ഫൗള്, അത് 2ാമത്തെ യെല്ലോ കാർഡ് ഇറക്കിച്ചത്. എന്താ പറഞ്ഞാൽ ആ ബോള് അറ്റാക്കിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു പാസ് പോകുന്ന ബോളാണ്, അതിനെയാണ് ചങ്ങായി കൈ കൊടുത്ത് നിൽക്കുന്നത്. അവിടെ ഒരു യെല്ലോ കാർഡ്, 2ാമത്തെ യെല്ലോ കാർഡ് റെഡ് കാർഡ് കിട്ടണ്ടായിരുന്നു. അത് റഫറി തോന്നുന്നു എനിക്ക് ഫൈനൽ അല്ലേ എന്നുള്ള ഇതിലാണ്. പക്ഷെ ഒരുപാട് ഫൈനലുകൾ സെമി ഫൈനലുകളൊക്കെ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത ഒരു ടീമിന് അത് വിനായിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. ഒരു ഗോളിന് പുറകിൽ നിൽക്കുമ്പോഴാണ്, അഗ്രിഗേറ്റിൽ 2-0 പുറകിൽ നിൽക്കുമ്പോഴാണ് ബയൺ മ്യൂണിക്കിന് ആ ഒരു യെല്ലോ കാർഡിന്റെ ഒരു തീരുമാനം ഉണ്ടായത്. പിന്നെ ചാൻസുകൾ എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്കിന്റെ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ഉള്ള ഡ്രോബാക്കുകൾ, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു മിസ് പാസുകൾ, അതേപോലെ ലേറ്റ് ഡിസിഷൻ. എന്താ പറയുക, ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ PSG കാര്യം നോക്കി കഴിഞ്ഞാൽ അവരുടെ കാലിൽ ഒരു പ്ലെയേഴ്സിന്റെ കാലിൽ കിട്ടി അടുത്ത പ്ലെയേഴ്സിന്റെ കാലിലേക്ക് പോകുമ്പോഴേക്കും അവർ ആ മുൻകൂട്ടി കണ്ട് ആ ഒരു റണ്ണപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിലൊക്കെ ഭയങ്കര പോസിറ്റീവാണ്. അതിന്റെ PSG കളി കണ്ടാൽ തന്നെ ഒരു വീഡിയോ ഗെയിം കളിക്കാണ് കളിക്കേണ്ടത്. പക്ഷെ ബയൺ മ്യൂണിക്കിന്റെ കാര്യം കുറെ കൂടെ ആലോചിച്ച് കുറെ കൂടെ ഇങ്ങനെ എന്താ പറയാ, PSG ഡിഫൻസ് കുറച്ചുകൂടി അവർ ഒന്നാമത് പ്രസ് ചെയ്ത് ഡിഫെൻഡ് ആ ഒരു ഗെയിം കളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടി ഇവര് ഇത്രയും ടൈം കൂടി ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ
ഒരുപാട് ചാൻസ് ഇല്ല. അതേപോലെ 2 ഗോൾ കീപ്പർമാരുടെയും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ന്യൂയറിന്റെ കിട്ടില്ല സേവുകളായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 5 എണ്ണം വാങ്ങിച്ചപ്പോൾ അതിന് പ്രായശ്ചിത്തമായിട്ട് ഒരു ഗോൾ മാത്രം ബാക്കി കിട്ടില്ല. ഡിസൈഡുവേഡ് തന്നെ 3 കവറാസ്കേലിയുടെ അതേപോലെ ഡെമ്പലയുടെ എല്ലാവരുടെ കിക്കുകളും കിടിലായിട്ട് ഡിസൈഡുവേഡ് 2 ഉറച്ച ഗോളുകളാണ് സേവ് ചെയ്ത് കളഞ്ഞ്. അങ്ങനെ നോക്കുമ്പോൾ കളി ബായർൻ മ്യൂണിക്ക് കളഞ്ഞു തന്നെയാണ് കൊണ്ടുപോയിട്ട്. എന്താ പറഞ്ഞാൽ ആ ഒരു കളി തുടങ്ങുമ്പോൾ ആ ഗ്രൗണ്ടിന്റെ അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ PSG ഇന്ന് പാടുപെടും വിചാരിച്ചു. പക്ഷെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഒക്കെ പറഞ്ഞത് ഈ PSG പറയുന്ന ടീമിന് ഹേവേ എന്നോ ഹോം ഒന്നുമില്ല. അവര് ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു സ്ട്രാറ്റജി എന്താണ് നടപ്പിലാക്കേണ്ടത്. ബായർൻ മ്യൂണിക്ക് നേരത്തെ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഗോൾ അടിച്ചിട്ടുണ്ടാവും. ആ 2 ഗോളിന്റെ ലീഡിലാണ് അവരിങ്ങനെ പോയത്. അല്ലെങ്കിൽ പിന്നെയും ഗോളുകൾ അടിച്ചിട്ടുണ്ടാവും. തുടക്കത്തിൽ 2 മിനിറ്റ് ശേഷം ഗോൾ വന്നു. കളി തീരാൻ അവസാനം 2 മിനിറ്റ് ഉള്ളപ്പോൾ ഗോൾ തിരിച്ചടിച്ചു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടെ മുൻപ് ആ ബായർൻ മ്യൂണിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്തതിന് അതിനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ടീമിന് അവസരങ്ങളുണ്ടായിരുന്നു. ആ ഒരു ഗോൾ ലീസിന്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ പറ്റും, എനിക്ക് തോന്നുന്നു ലൂയിസ് ഡിയാസ് ഒഴികെ ആ ഒരു ഹാരി കെയ്ൻ ആയിക്കോട്ടെ, അതേപോലെ മുസിയാല, അതേപോലെ ഒലീസി, അതൊക്കെ ഭയങ്കര നിറമങ്ങിയ പ്രകടനം തന്നെയായിരുന്നു. എനിക്ക് ഇന്ന് ഗണാബ്രിയുടെ ഒരു കുറവൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കിട്ടില്ല 2-3 ടാർജറ്റ് ഷൂട്ടുകൾ ഉണ്ടല്ലോ പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടിയ ആ അറ്റംപ്റ്റ് ചിലപ്പോൾ ഗണാബ്രി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉള്ളിക്കേച്ചിട്ടുണ്ടാവും. അങ്ങനെ ലൂയിസ് ഡിയാസ് ചങ്ങായിന് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലിവർപൂളിൽ കണ്ട ലൂയിസ് ഡിയാസിനെക്കാളും എത്രയോ അപകടകാരിയാണ് ആ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്കൊക്കെ വന്ന് ട്രിപ്പിൾ ചെയ്ത് പോണത്. അപ്പോഴും മതില് കെട്ടിയ പോലെ ഡിഫൻസ് നിൽക്കുന്നത്. 10 ആളും 11 ആളും ഇവിടെ ഡിഫൻസിലുണ്ട്. ഗോൾ കീപ്പർ അടക്കം 11 ആളും ഡിഫൻസിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വേറെ ഒരു മാർഗവും ഇല്ല. അടിച്ചു എങ്ങനെയും ഉള്ളിൽ കയറ്റുമെന്നല്ലാതെ ഒരു മാർഗമില്ല. അതാണെങ്കിൽ ഇങ്ങനെ ഡിഫൻഡ് ചെയ്ത് തട്ടി തിരിച്ചു വരികയാണ്. പിന്നെ കവറാസ്കേലിയ, ഇതാ പൊന്നു, ഈ ചങ്ങായിന് എന്താ പറയാ, എന്താണ് ഈ ചങ്ങായിനെ കുറിച്ച്, എന്താ നെപ്പോളിന്ന് വന്നിട്ട് ആ ഒരു സൈനിങ് ഉണ്ടല്ലോ, ലോണിൽ വന്ന് സൈൻ ചെയ്ത് ചങ്ങായി PSG വേണ്ടി ആ ബാഡ്ജിന് വേണ്ടി കൊടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, എമ്മാതിരി റണ്ണ് കളിക്കുകയാണ്. അവിടെ ആ വിങ്ങില് ചങ്ങായിയുടെ ട്രിബിളിങ്, അതേപോലെ ബോൾ കൺട്രോൾ, അതേപോലെ തന്നെ ആ ഒരു ഡിഫൻസിലൊക്കെ വന്ന് ഇറങ്ങി കളിക്കുന്ന കളി കാണണം മോനെ, ഒരു രക്ഷയില്ലാതെ. അപ്പോൾ എൻ്റെ ഒരു ചങ്ങായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിൽ, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ, ഇത് മുമ്പന്നെ കേട്ടോ, ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങിയ സമയത്ത് പറഞ്ഞാൽ ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ലൂയിസ് എൻറിക്ക് തന്നെയാണ് PSG ഒരു കോച്ച് ഒരു 10 വർഷം കളിപ്പിക്കുകയാണെങ്കിൽ, ഇതേ സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചുരുങ്ങിയത് ഈ ഒരു 10 വർഷത്തിൽ 3-4 ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ അവരുടെ മെന്റാലിറ്റിയും കളിയും കാര്യങ്ങളും ഫസ്റ്റൊക്കെ അവർ ചാമ്പ്യൻസ് ലീഗ് തുടങ്ങുമ്പോഴൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങും. പക്ഷെ അവസാനമായി വരുമ്പോൾ ലീഗിലായിക്കോട്ടെ ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ എപ്പോഴും ആയിക്കോട്ടെ ഒരു രക്ഷയില്ലാത്ത കളിയാണ്. അപ്പോൾ ആഴ്സണൽ എന്തായാലും ഒരുങ്ങി തന്നെ ഇരുന്നോ എന്ന കാരണം എന്ന് പറഞ്ഞാൽ ഈ 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് PSG മുന്നിൽ അടിയോറ വയ്ക്കുക, അല്ലെങ്കിൽ പൊരുതി വിജയിക്കാൻ നോക്കുക. ഒന്ന് ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗ് ആവർത്തിക്കും, അല്ലെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് ആവർത്തിക്കും. രണ്ടിലധികം ഒന്നും ഉണ്ടാവുള്ളൂ, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആർട്ടറ്റയും പിള്ളേരും പണി തുടങ്ങിയിട്ടുണ്ടാവും PSG എതിരെയുള്ള ഇത്. എന്നാൽ ബായർൻ മ്യൂണിക്കാണെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ അവർക്ക് ആയിരിക്കും. പക്ഷെ ഇത് നല്ല കട്ടുകട്ടിയായ മത്സരം തന്നെ PSG. എന്തായാലും ഓൾറെഡി അവരൊരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ട് വരുന്നത്. അവിടെ പ്രഷർ PSG അല്ല, അത് മനസ്സിലാക്കണം. ആഴ്സണൽ തന്നെയാണ് പ്രഷർ. എന്താ പറയുക, ആഴ്സണലിൽ ഈ അവസാന മൂമെന്റിൽ കൊണ്ട് കാലോടിക്കുന്ന ഫൈനൽ ബിഗ് മാച്ചുകൾ കൊണ്ട് കാലോടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടും, അതേപോലെ PSG ഒരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ട് അടുത്ത ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ റിലാക്സ് ആയി കളിക്കാൻ പറ്റും. ആഴ്സണലിൽ കുറെ കാലത്തെ കാത്തിരിപ്പാണ്. അവരുടെ 2ാമത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലാണ്. 2005-6 സീസണിൽ ബാഴ്സലോണയ്ക്കെതിരെ 2-1 പരാജയപ്പെട്ടിട്ടാണ് അവർ ആ ഒരു ഫൈനലിൽ നിന്ന് പുറത്തായത്. ആർട്ടറ്റയ്ക്ക് ഈ സീസണിൽ 3-1-4 മത്സരങ്ങൾ, ഒരു ഫൈനലും 3 ലീഗ് മാച്ചുകളും വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ സീസണിൽ ഡബിൾ അടിക്കാം. ഒന്ന് ചാമ്പ്യൻസ് ലീഗും അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അടിക്കാം. എന്താണെന്ന് സിറ്റി ഓൾറെഡി പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി 3 മത്സരങ്ങൾ ജയിച്ചാൽ മതി. ചിലപ്പോൾ ഒരു മത്സരം സമനിലയായാലും ചിലപ്പോൾ ഗോൾ ശരാശരിയിൽ ചിലപ്പോൾ ആഴ്സണലിന് ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഗോൾ ശരാശരി നോക്കുമ്പോൾ ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ട്. 3-0 അവസാന മത്സരത്തിൽ ആഴ്സണൽ വിജയിച്ചതും 3-3 എവർട്ടനായിട്ട് സിറ്റി സമനില വഴങ്ങിയതും ഇതൊരൊറ്റ പോസിറ്റീവായ ഒരു വശം ആഴ്സണലിന്റെ ഭാഗത്തുണ്ട്. ആ ഗോൾ ശരാശരി നോക്കുമ്പോൾ ഒരു പിടി മുന്നിലാണ് ആഴ്സണലുള്ള കാര്യത്തിലൊക്കെ ശരിയാണ്. അപ്പോൾ ഈ 2 കളിയിൽ നോക്കുകയാണെങ്കിൽ 51 ഷോട്ടുകളാണ് ആഴ്സണൽ വെച്ച് അത്ലറ്റികോ മഡ്രിഡിന്റെ ആ ഒരു കളിയിൽ പറഞ്ഞത്. അതേപോലെ ബായർൻ മ്യൂണിക്ക് വിസസ് PSG മത്സരത്തിൽ 55 ഷോട്ടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗോളുകൾ നോക്കുകയാണെങ്കിൽ 11-3 ഗോളുകളാണ്. ആഴ്സണൽ വിസസ് അത്ലറ്റികോ മഡ്രിഡ് മത്സരത്തിൽ 3 ഗോളുകളും ബായർൻ മ്യൂണിക്ക് വിസസ് PSG മത്സരത്തിൽ 11 ഗോളുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യം ചിന്തിക്കണം. അതേപോലെ തന്നെ ലൂയിസ് എൻട്രിക്ക് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുന്ന 4ാമത്തെ കോച്ചായിരിക്കും, 4ാമത്തെ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് ടു ബാക്ക് കളിക്കുന്നത്. അവർ 2023-24 സീസണിൽ സെമി ഫൈനൽ കളിച്ചു. 24-25 സീസണിൽ അവർ ഫൈനൽ കളിച്ചു, ഫൈനലിൽ വിന്നേഴ്സായി. 2025-26 സീസണിൽ വീണ്ടും ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ഹീറോ ചോദിച്ചാൽ സെമി ഫൈനലിൽ ഹീറോ കവറാസ്കേലിയ തന്നെയാണ്. 2 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു, 1 അസിസ്റ്റ് ഉണ്ട്, 7 ഷോട്ടുകളുണ്ട്, 10 ട്രിബിൾ വിൻ ചെയ്തിട്ടുണ്ട്. അവർ കളിയിൽ മൊത്തം നോക്കുകയാണെങ്കിൽ മൊണോക്കയ്ക്കെതിരെ 1 ഗോള്, ചെൽസിക്കെതിരെ
2 ഗോളും 1 അസിസ്റ്റും. വീണ്ടും ചെൽസിക്കെതിരെ 1 ഗോള്, ലിവർപൂളിനെതിരെ 1 ഗോളും 1 അസിസ്റ്റും, ബായൺ മ്യൂണിക്കിനെതിരെ 2 ഗോളും 1 അസിസ്റ്റും. പോരാ, ഇന്നത്തെ ആ ഫസ്റ്റത്തെ അസിസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ UCL ഫൈനൽ കളിച്ചുള്ള കോച്ചുമാരുടെ കരിയർ നോക്കുകയാണെങ്കിൽ ലൂയിസ് എൻട്രിക്ക് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 3 UCL ഫൈനലാണ്. ഏറ്റവും കൂടുതൽ കളിച്ചുള്ള 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് കാർലോസ് അഞ്ചലോട്ടിയാണ്. അത് 6 UCL ഫൈനലാണ് ചങ്ങായി കളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പെപ് ഗാർഡിയോള 4 UCL ഫൈനൽ കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സർ അലക്സ് ഫെർഗുസൺ 4 UCL ഫൈനൽ കളിച്ചിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ളത് ലൂയിസ് എൻട്രിക്കും സിനദിൻ സിദാനുമാണ്. അവര് 3 UCL ഫൈനൽ വരെ കളിച്ചിട്ടുണ്ട്. അപ്പോ ഈ സീസണിൽ ആർട്ടറ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർണായകമാണ്. നിർണായകമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ട്രോഫി എന്നുള്ള സ്വപ്നം കുറെ കാലങ്ങൾക്ക് ശേഷം എന്താ പറഞ്ഞാൽ ബോട്ടിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് അറ്റന്റിക് ആണെങ്കിൽ ലാ ലീഗിലെ ഏറ്റവും ലക്കില്ലാത്തൊരു ടീം, ഇംഗ്ലീഷ് പ്രീമിയറിൽ കഴിഞ്ഞാൽ ആഴ്സണൽ. അപ്പൊ അത് രണ്ടുപേരും കൂടി കളിച്ചപ്പോൾ അതിൽ ഒരു പിടി മുൻതൂക്കം ആഴ്സണലായിരുന്നു. അങ്ങനെ അവർ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ലൂയിസ് എൻട്രിക്കിന്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ PSG ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ വേണ്ടി മെസ്സിയെ കൊണ്ടുവന്നു, നെയ്മറെ കൊണ്ടുവന്നു, എംബാപ്പയെ കൊണ്ടുവന്നു. ഇവരൊന്നും ഇല്ലാതെ എംബാപ്പെ കഴിഞ്ഞ അവസാന സീസണിൽ ലൂയിസ് എൻട്രിക്ക് വന്ന സമയത്ത് എംബാപ്പെ റയലിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകേണ്ടവർ പോട്ടെ, എനിക്ക് ഈ ഒരു ടീം, ഞാൻ പറയുന്ന ഒരു ടീം മതി പറഞ്ഞിട്ട് അവിടെ ഉള്ള ഡെംബലെന്നെയും അതേപോലെ തന്നെ വെറ്റിന, നവാസ്, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ച് കുറച്ച് പേരെ ലോണിലും കൊണ്ടുവന്ന് അങ്ങനെ ഒരു ടീമായിട്ട് 2023-24 സീസണിൽ സെമി ഫൈനലിൽ അവർ പുറത്താവാണ്. 2024-25 അവർ ഫൈനലിൽ വിന്നേഴ്സാണ്. ഇപ്പോൾ വീണ്ടും ഫൈനലിലായിരിക്കണം. 45 മത്സരങ്ങളാണ് ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടുള്ളത്. 26 വിജയവും 7 സമനിലയും അതേപോലെ തന്നെ 12 തോൽവിയും 101 ഗോളുകൾ സ്കോർ ചെയ്തപ്പോൾ 52 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. മെയിൻ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക, അറ്റാക്ക് ചെയ്ത്. ലൂയിസ് എൻട്രിക്ക് ബാഴ്സലോണയിൽ കളിച്ചിട്ടുണ്ട് 2015-16 സീസണിലാണ്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാൻ പറ്റും അവര് എമ്മാതിരി കളിയാണ് അവിടെ കളിച്ചതെന്ന്. ഇവിടെയും അന്ന് മെസ്സി, നെയ്മർ, സുവാരസ് എന്ന ത്രയത്തിൽ ബാഴ്സലോണ ട്രിപ്പിളും എല്ലാം നേടിയിട്ടുണ്ടായിരുന്നു. വരിക്കൂട്ടാവുന്ന ട്രോഫികളൊക്കെ നേടിയിട്ടുണ്ട്. അപ്പോൾ ലൂയിസ് എൻട്രിക്ക് അങ്ങനെ ഒരു ചാണക്യനാണ്. അപ്പോൾ ഈ സീസണിലും കൂടിയിട്ട് ഈ ഒരു ചാമ്പ്യൻസ് ലീഗും നേടുകയാണെങ്കിൽ ചങ്ങയുടെ കരിയർ ഒന്നും പറയാനില്ല, വേറെ ലെവലിൽ തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളിയുടെ സ്റ്റാറ്റിസ്റ്റിക് വരികയാണെങ്കിൽ 15 ഷോട്ടുള്ള 2 ടീമുകൾ എടുത്തിട്ടുണ്ട്. അതിൽ ബായൺ മ്യൂണിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 5 ഷോട്ടുകൾ മാത്രമേ എടുത്തുള്ളൂ. PSG ആണെങ്കിൽ 8 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതും കിടിലൻ ഷോട്ടുകളാണ്. ഈ ബായൺ മ്യൂണിക്ക് എടുത്ത പോലെ ദുർബലമായിട്ട് ഷോട്ടുകളൊന്നുമല്ല, കിണ്ണം കാച്ച ഷോട്ടുകളാണ്. അതൊക്കെ സേവ് ചെയ്ത് കളയുന്ന ന്യൂയർ എന്ന് പറയുന്ന ബായൺ മ്യൂണിക്കിന്റെ ആ മതിൽ തന്നെയാണ്. ആകെ ഒരു ഗോളാണ് ഡെംബലയുടെ ആ ഫസ്റ്റ് ഗോളാണ് വിട്ടത്. ബാക്കിയെല്ലാം കിടിലൻ സേവുകളായിരുന്നു. 62% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആർക്ക്? ബായൺ മ്യൂണിക്കിന്. ബോൾ കാലിൽ ഉരുട്ടി വെച്ചിട്ട് കുറെ നേരം കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവിടെ 38% മാത്രമേ ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 577 പാസുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബായൺ മ്യൂണിക്ക്. ഇവിടെ നോക്കുകയാണെങ്കിൽ 256 പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 87% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നപ്പോൾ 77% പാസിംഗ് അക്യുറസി മാത്രമാണ് അവിടെ PSGയുടെ കയ്യിൽ ബോൾ. PSGക്ക് ബോളെ കിട്ടുന്നുണ്ടായിരുന്നത്. കിട്ടുന്ന ഭാഗത്തൊക്കെ അവർ കൗണ്ടറും കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിൽ മിസ്സാവുന്നുണ്ട്, വീണ്ടും കയ്യിൽ കിട്ടുന്നുണ്ട്, മിസ് പാസുകൾ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. 11 ഫൗളും 12 ഫൗളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് 3 കിട്ടിയിട്ടുണ്ടായിരുന്നു. കോർണേഴ്സ് ബായൺ മ്യൂണിക്കിന്റെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ കോർണേഴ്സ് വിൻ ചെയ്ത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും ആ ഒരു ഫൈനൽ തേർഡിന്റെ ആ ഒരു അറ്റാക്കിംഗ് എന്തായിരുന്നു. അതേപോലെ തന്നെ ഇവരുടെ വിങ്ങുകളിലുള്ള കളി, ബായൺ മ്യൂണിക്കിന്റെ വിങ്ങുകളിലുള്ള കളി എന്താണെന്ന് നോക്കിയാലും മനസ്സിലായി. കാരണം ഹാരി കെയ്നൊക്കെ അവിടെ കാത്തു നിൽക്കുക, ഒരു ബോൾ ക്രോസ് വരുന്നതായിട്ട്. ഇവിടെ എങ്ങനെയാ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അടിച്ചിട്ട് തെറിപ്പിക്കുക, അതായിരുന്നു കളി. അങ്ങനെ 8 കോർണേഴ്സ് ആണ് PSG വിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ PSGയുടെ അറ്റാക്കിങ്ങിൽ നോക്കാം, അതും മിക്ക ബോളുകളും കൗണ്ടേഴ്സിലൂടെ അവർ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കാത്തിരിക്കുന്ന ആഴ്സണലാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ കളിയെക്കുറിച്ച്? അതേപോലെ ആഴ്സണൽ വിസസ് PSG ആരായിരിക്കും ചാമ്പ്യൻസ് ലീഗ് അടിക്കുക എന്നുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ സെഷനുകളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.